Next question നോക്കാം. Let R denote the set of all real numbers, the area of the region, set of all ordered pair x comma y belonging to R square such that x greater than 0, y greater than 1 by x, 5x minus 4y minus 1 greater than 0, 4x plus 4y minus 17 less than 0. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് എക്സ് പോസിറ്റീവ് വന്നതുകൊണ്ട് y ഗ്രേറ്റർ ദാൻ 1 ബൈ എക്സ് ആണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, ഫസ്റ്റ് ക്വാഡ്രന്റിലെ റെക്റ്റാങ്കിൾ ഹൈപ്പർബോളന്റെ ബ്രാഞ്ചും പിന്നെ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും രണ്ട് ഹാഫ് പ്ലെയിൻസും കൂടി ഉണ്ടാക്കുന്ന ആ റീജിയൻ. അത്രേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ റൂട്ടീൻ പ്രോബ്ലം ആണേ, പക്ഷെ മേ ബി ലെങ്തി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് പോസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ, നമുക്കറിയാം റെക്റ്റാങ്കിൾ ഹൈപ്പർബോള ഉണ്ട്, രണ്ട് ലൈൻസ് ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയും ഒരു ലൈനും റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയും മറ്റു ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും. ഓക്കെ, രണ്ട് ലൈനുകൾ തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് വെച്ചാൽ y is equal to 1 by x, പിന്നെ 5x minus 4y minus 1 is equal to 0. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് 5x minus 4 by x minus 1 is equal to 0 ആണ്. ഓക്കെ, അപ്പോൾ നല്ല ഒബ്സർവേഷനുള്ള ഒരാൾക്ക് നേരെ എന്താ പറയാം, എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഒക്കെ സോൾവ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നല്ല ഒബ്സർവേഷനുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു സൊല്യൂഷൻ ആണ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം 1,1 ആണ് ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഈ പോയിന്റിനെ പി എന്ന് വിളിച്ചു. ഇനി ക്യൂ എന്ന് വിളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു 1 ബൈ എക്സും അതേപോലെ രണ്ടാമത്തെ കർവ് ഏതാണെന്ന് വെച്ചാൽ 4x പ്ലസ് 4y മൈനസ് 17 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 4x പ്ലസ് 4 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 17 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 17 എന്ന് പറയാൻ നമുക്കറിയാം അത് ആക്ച്വലി 16 പ്ലസ് 1 ആണ്. അപ്പോൾ എഗെയിൻ ഒബ്സർവേഷനുള്ള ഒരാൾക്ക് വേഗം പറയാം എക്സ് വാല്യൂ എന്താണ്, 4 ആണ്. അങ്ങനെയാണ് അവർ തന്നിരിക്കുന്ന നമ്പേഴ്സ്. അല്ലാണ്ട് ഓരോ സ്റ്റെപ്പിലും ക്വാഡ്രാറ്റിക് ഒക്കെ സോൾവ് ചെയ്യണമെന്ന് അവർ ഉദ്ദേശിച്ചിട്ടില്ല, നല്ല നമ്പേഴ്സ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് 4 ആണ്, 4,1/4 ആണ് ഇവിടുത്തെ പോയിന്റ്. അതേപോലെ നമ്മൾ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും കൂടി സോൾവ് ചെയ്യാൻ പോവാം. ആ സ്ട്രെയിറ്റ് ലൈൻസ് സോൾവ് ചെയ്യുമ്പോൾ 5x മൈനസ് 4y മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0യും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈക്വൽ ടു 0യും അതേപോലെ തന്നെ 4x പ്ലസ് 4y മൈനസ് 17 ഈക്വൽ ടു 0യും. അഗെയിൻ വളരെ എളുപ്പത്തിൽ ഇത് ആഡ് ചെയ്താൽ 9x മൈനസ് 18 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു, തീരെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ y വാല്യൂ ഇസ് ഈക്വൽ ടു 9/4 എന്ന് വരും. അപ്പോൾ 2,9/4 ആണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ കർവുകൾ പ്ലോട്ട് ചെയ്യാം. ആ കർവുകൾ രണ്ട് ഹാഫ് പ്ലെയിൻസും പിന്നെ റെക്റ്റാങ്കിൾ ഹൈപ്പർബോളയാണ്. ഞാനത് ഓൾറെഡി പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഒരു ഹാഫ് പ്ലെയിൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഹാഫ് പ്ലെയിൻ ഉണ്ട്, അതുപോലെ ഈ റെക്റ്റാങ്കിൾ ഹൈപ്പർബോള ഉണ്ട്. ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന ഈ പച്ച പെയിന്റ് അടിച്ച ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ പച്ച പെയിന്റ് അടിച്ച ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ബി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി മുറിച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഈ പച്ച പെയിന്റ് അടിച്ച ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പച്ച പെയിന്റ് അടിച്ച ഏരിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ ലൈനും ഈ ലൈനും കൂടി ഈ റെക്റ്റാങ്കിൾ ഹൈപ്പർബോളിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ട്രപ്പീസിയം കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെയും ഒരു ട്രപ്പീസിയം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ട്രപ്പീസിയം കൺസിഡർ ചെയ്തിട്ട് രണ്ട് ട്രപ്പീസിയത്തിന്റെ ഏരിയയിൽ നിന്ന് ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളന്റെ കീഴിലുള്ള ഏരിയ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ശ്രദ്ധിക്കണേ, രണ്ട് ട്രപ്പീസിയത്തിന്റെ ഏരിയന്റെ സമ്മിൽ നിന്ന് റെക്റ്റാങ്കിൾ ഹൈപ്പർബോളന്റെ അടിയിലുള്ള ഏരിയ, റെക്റ്റാങ്കിൾ ഹൈപ്പർബോളന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ A1 1 മുതൽ 4 വരെ 1/x dx ആണ്. അത് log 2 ആയിരിക്കും. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് എല്ലാ ഓപ്ഷൻ. log 4, log 2 അല്ല, log 4 മൈനസ് log 1, log 4 അങ്ങനെ തന്നെയാണ് എല്ലാ ഓപ്ഷനും ഉള്ളത്. അപ്പോൾ എന്തിൽ നിന്ന് എന്തോ നമ്പറിൽ നിന്ന് log 4 സബ്ട്രാക്ട് ചെയ്തതുപോലെ. ഓക്കെ, സബ്ട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ A1 എന്ന് പറയുന്നത് വെച്ചാൽ ഏരിയ ഓഫ് രണ്ട് എന്തുണ്ട്, ട്രപ്പീസിയംസ് ഉണ്ട്. ആദ്യത്തെ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ലെങ്ത് ഇവിടെ 1 യൂണിറ്റ് ആണ്, 1 ഇൻറ്റു പിന്നെ ഈ ഇത് തമ്മിലുള്ള സം എത്രയും 1 + 9/4 ആണ്, പ്ലസ് അടുത്തത് ഹാഫ് ഇൻറ്റു ഈ ലെങ്ത് 2 ആണ്, 2 ഇൻറ്റു
ഇത് തമ്മിലുള്ള സമ്മ 9/4 പ്ലസ് 1/4 ആണ്. ഓക്കെ, സോ ഇത് ഇത്രയേ അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് 1/2 ഇൻറ്റു 13/4 പ്ലസ് ഇവിടെ 1/2 ഇൻറ്റു 20/4. അപ്പോൾ 33/8 എന്നാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇത് A2 കേട്ടോ. അപ്പോൾ റിക്വയർഡ് ആൻസർ എന്ന് പറഞ്ഞാൽ 33/8 മൈനസ് log 4. 33/8 മൈനസ് log 4. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ, കാരണം ജെയ്മീൻ ഇതിനേക്കാൾ ടഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ബോക്സ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ.